വീഡിയോ റെക്കോർഡ് ചെയ്ത് സൂക്ഷിക്കാൻ വേണ്ടി സഹായിക്കുന്ന നിരവധി സോഫ്റ്റ്വെയറുകൾ നമുക്ക് അറിയാവുന്നതാണ്. അപ്പോൾ മറ്റുള്ളവരുടെ സഹായമില്ലാതെ എളുപ്പം വീഡിയോ റെക്കോർഡ് ചെയ്യാൻ സഹായിക്കുന്ന ഒരു സോഫ്റ്റ്വെയർ ആണ് സ്ക്രീൻ കാസ്റ്റോമാറ്റിക്. സ്ക്രീൻ കാസ്റ്റോമാറ്റിക് എന്ന വെബ്സൈറ്റിന്റെ സഹായത്തോടെ നമുക്ക് 15 മിനിറ്റോളം ദൈർഘ്യമുള്ള വീഡിയോ വരെ ഷൂട്ട് ചെയ്യാം. എന്നാൽ 15 മിനിറ്റിൽ കൂടുതലുള്ള വീഡിയോ ഷൂട്ട് ചെയ്യാൻ നമുക്ക് സ്ക്രീൻ കാസ്റ്റോമാറ്റിക് കൊണ്ട് സാധിക്കില്ല. അപ്പോൾ ചെറിയ വീഡിയോകൾ ഷൂട്ട് ചെയ്ത് അപ്ലോഡ് ചെയ്യാനൊക്കെ സ്ക്രീൻ റെക്കോർഡർ എന്ന നിലയിൽ സ്ക്രീൻ കാസ്റ്റോമാറ്റിക് ഉപയോഗിക്കാം. അപ്പോൾ സ്ക്രീൻ കാസ്റ്റോമാറ്റിക്കിന്റെ വെബ്സൈറ്റ് അഡ്രസ് എന്ന് പറയുന്നത് screencastomatic.com ആണ്. അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് സ്ക്രീൻ കാസ്റ്റോമാറ്റിക്കിന്റെ ഹോം പേജിലേക്ക് എത്തുന്നതാണ്. ഇതാണ് screencastomatic.comന്റെ വെബ് പേജ് എന്ന് പറയുന്നത്. ഈ ഒരു വെബ് പേജിന്റെ സഹായത്തോടെയാണ് നമ്മൾ സ്ക്രീൻ റെക്കോർഡിംഗ് നടത്താൻ പോകുന്നത്. സ്ക്രീൻ റെക്കോർഡിന്റെ ഒരു വലിയ അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത്, അതായത് ഈ സ്ക്രീൻ കാസ്റ്റോമാറ്റിക്കിൽ നമുക്ക് ലോഗിൻ ചെയ്യുകയോ അല്ലെങ്കിൽ സൈൻ അപ്പ് ചെയ്യേണ്ടെന്ന് ആവശ്യമില്ല. മറിച്ച് സ്ക്രീൻ കാസ്റ്റോമാറ്റിക്കിന്റെ ഹോം പേജിൽ എത്തിക്കഴിഞ്ഞാൽ നമുക്ക് ലൗഞ്ച് ഫ്രീ റെക്കോർഡർ എന്നുള്ള ഒരു ഓപ്ഷൻ കാണാം. ലൗഞ്ച് ഫ്രീ റെക്കോർഡറിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് സ്ക്രീൻ റെക്കോർഡിംഗ് ആരംഭിക്കാവുന്നതാണ്. നമുക്ക് ഒരു റെക്കോർഡിംഗ് സ്ക്രീൻ കാസ്റ്റോമാറ്റിക് ഉപയോഗിച്ചുള്ള ഒരു ചെറിയ ഒരു ക്ലാസ്സിൻ്റെ ഒരു റെക്കോർഡിംഗ് ഒന്ന് ഡെമോ ചെയ്ത് നോക്കാം. അപ്പോൾ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ സ്ക്രീൻ കാസ്റ്റോമാറ്റിക്കിൽ നമ്മൾ ലോഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാം, ഇങ്ങനെ ഒരു വിൻഡോ ആണ് വരിക, ഒരു ഫ്രെയിം. ഈ ഫ്രെയിമിനകത്ത് വരുന്ന ഭാഗമാണ് റെക്കോർഡ് ചെയ്യപ്പെടുക. അപ്പോൾ നമുക്കതിൻ്റെ ഏരിയ നമ്മുടെ സൗകര്യത്തിനനുസരിച്ച് അഡ്ജസ്റ്റ് ചെയ്യാവുന്നതാണ്. സപ്പോസ് എനിക്ക് ഈ ഒരു ഭാഗം മാത്രമാണ് റെക്കോർഡ് ചെയ്യേണ്ടതെങ്കിൽ ഞാൻ കഴ്സർ ഉപയോഗിച്ചിട്ട് അതിനെ ആ ഏരിയയിലേക്കായിട്ട് കൊണ്ടുപോകുന്നു. ഇത്രമാത്രം ഭാഗമാണ് നമുക്ക് റെക്കോർഡ് ചെയ്യേണ്ടതെങ്കിൽ ആ ഭാഗം നമ്മൾ സെലക്ട് ചെയ്യുന്നു. അതിനുശേഷം ഇതാണ് നമ്മുടെ റെക്കോർഡിങ്ങിന് നമ്മളെ സഹായിക്കുന്ന ടൂൾ ബോക്സ് എന്ന് പറയുന്നത്. ഇവിടെ സ്ക്രീൻ മാത്രമാണ് നമ്മൾ സെലക്ട് ചെയ്തിട്ടുള്ള ഈ ഒരു ഏരിയ മാത്രമാണ് നമുക്ക് റെക്കോർഡ് ചെയ്യപ്പെടേണ്ടതെങ്കിൽ സ്ക്രീൻ എന്നുള്ളത് സെലക്ട് ചെയ്യുക. ഇനി നമുക്ക് സ്ക്രീൻ റെക്കോർഡ് ചെയ്യേണ്ട, മറിച്ച് സംസാരിക്കുന്ന, ഉദാഹരണമായിട്ട് ടീച്ചർ ഒരു ക്ലാസ് ആണ് ടീച്ചർ റെക്കോർഡ് ചെയ്യുന്നതെങ്കിൽ ടീച്ചർ മാത്രമാണ് സ്ക്രീനിൽ കാണേണ്ടതെങ്കിൽ വെബ് ക്യാം സെലക്ട് ചെയ്യുക. സംസാരിക്കുന്ന ആളെ കാണണമെങ്കിൽ വെബ് ക്യാം സെലക്ട് ചെയ്യുക. ഇപ്പോൾ ഞാൻ സ്ക്രീനല്ല വെബ് ക്യാം ആണ് സെലക്ട് ചെയ്തിട്ടുള്ളത്. ഇനി നമുക്ക് വീണ്ടും സ്ക്രീൻ മാത്രം മതിയെങ്കിൽ നമുക്ക് സ്ക്രീൻ സെലക്ട് ചെയ്യുമ്പോൾ റെക്കോർഡ് ചെയ്യപ്പെടുന്നത് സ്ക്രീൻ മാത്രമായിരിക്കും. ഇനി സ്ക്രീനിൽ ടീച്ചറെയും അതേസമയം സ്ക്രീനും നമുക്ക് ഒരുമിച്ച് കാണണമെങ്കിൽ ബോത്തിൽ ക്ലിക്ക് ചെയ്യുക. ആ സമയത്ത് സ്ക്രീനും അതിൻ്റെ ഒരു കോർണറിലായിട്ട് നമുക്ക് സംസാരിക്കുന്ന ആളെയും കാണാൻ സാധിക്കുന്നു. ആ രീതിയിൽ ഏത് മോഡാണോ നമുക്ക് ആവശ്യം അത്തരത്തിലേക്ക് നമ്മളുടെ സ്ക്രീനിനെയും സംസാരിക്കുന്ന ആളെയും ഒക്കെ കാണാൻ പറ്റുന്ന രീതിയിൽ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാവുന്നതാണ്. അതിനു വേണ്ടിയിട്ടുള്ള 3 മോഡുകളാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്: സ്ക്രീൻ മോഡ്, വെബ് ക്യാം മോഡ്, ബോത്ത്. അതോടൊപ്പം നമ്മുടെ സ്ക്രീനിന്റെ സൈസ് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാവുന്നതാണ്. ഇവിടെ അതിനുള്ള ഓപ്ഷൻ കൊടുത്തിട്ടുണ്ട്. സാധാരണ നമ്മൾ യൂട്യൂബിലൊക്കെ അപ്ലോഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് വീഡിയോ റെക്കോർഡ് ചെയ്യുന്നത്. അതിൻ്റെ ഏകദേശം ഒരു പിക്സൽ വരുന്നത് 720p ആണ്. അപ്പോൾ ഞാൻ 720p സെലക്ട് ചെയ്യുന്നു, ഒരു യൂട്യൂബ് സ്ക്രീനിന് അനുസരിച്ചിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ഏത് ഏരിയ ഒക്കെയാണ് റെക്കോർഡ് ചെയ്യപ്പെടേണ്ടത് അവിടത്തേക്ക് നമുക്ക് നമ്മുടെ ഈ ഫ്രെയിം അഡ്ജസ്റ്റ് ചെയ്ത് വെക്കാം. ഫ്രെയിമിനകത്ത് വരുന്ന ഏരിയ മാത്രമാണ് റെക്കോർഡ് ചെയ്യപ്പെടുക. റെക്കോർഡ് ചെയ്യാൻ വേണ്ടിയിട്ട് എനിക്ക് ചെയ്യേണ്ടത് ഇവിടെ റെക്കോർഡ് ബട്ടണിൽ ക്ലിക്ക് ചെയ്യാം. അപ്പോൾ നമുക്ക് ഒരു സ്ക്രീൻ നമുക്കൊന്ന് റെക്കോർഡ് ചെയ്ത് നോക്കാം. നമ്മൾ ഒരു ക്ലാസ് റെക്കോർഡ് ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ ഞാനിവിടെ സ്ക്രീൻ മാത്രമാണ് റെക്കോർഡ് ചെയ്യുന്നത്. ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഞാൻ ആദ്യം ചെയ്യുന്നത്
PPT, നമ്മുടെ നമുക്ക് സ്ക്രീൻ ആയിട്ട് ആവശ്യമുള്ളത് PPT ആണ്. റെക്കോർഡ് ചെയ്യുന്ന വീഡിയോയിൽ നമ്മുടെ പവർ പോയിന്റിൽ പറഞ്ഞിട്ടുള്ള കണ്ടന്റ് കൂടി കാണുന്നവർക്ക് ലഭിക്കുന്നതിന് വേണ്ടിയിട്ട് PPT ആണ് നമ്മൾ റെക്കോർഡ് ചെയ്യുന്നത്. അപ്പോൾ ഞാനിവിടെ സ്ക്രീൻ എന്നുള്ള ഒരു ഓപ്ഷൻ മോഡ് മാത്രമാണ് ആക്റ്റീവ് ആക്കിയിട്ടുള്ളത്. അതിനർത്ഥം നമ്മൾ ബാക്ക്ഗ്രൗണ്ടിൽ നമ്മുടെ നരേഷൻ ഉണ്ടാവും, അതേസമയം സ്ക്രീൻ PPTയുടെ പേജുകൾ, PPTയുടെ ഓരോ സ്ലൈഡും നമുക്ക് റെക്കോർഡ് ചെയ്യാൻ സാധിക്കുന്നതിലൂടെ. അതിനു വേണ്ടിയിട്ട് ഞാൻ ആദ്യം PPT ഇത് സ്ലൈഡ് ഷോ മോഡിലല്ല, സാധാരണ രീതിയിൽ വെക്കുന്നു. അതിനുശേഷം സ്ലൈഡ് ഷോ മോഡിലൊന്നും ആക്കേണ്ട ആവശ്യമില്ല, കാരണം നമുക്ക് ഇങ്ങനെ ആകുമ്പോൾ സ്ലൈഡ് ഷോ മോഡിൽ അല്ലാതിരിക്കുമ്പോൾ നമുക്ക് ഈ സൈഡിലെ തമ്പനയിൽ വ്യൂ കാണാവുന്നതാണ്. അപ്പോൾ നമുക്ക് ഓരോ സ്ലൈഡായിട്ട് നമ്മൾ പറയുന്നതിനനുസരിച്ച്, നമ്മുടെ ഡിസ്ക്രിപ്ഷൻ അനുസരിച്ച് നമുക്ക് സ്ലൈഡ് ചേഞ്ച് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഞാൻ ആദ്യം സ്ക്രീനിന് കണക്കായിട്ട് നമ്മുടെ സ്ക്രീൻ റെക്കോർഡറിൻ്റെ ഫ്രെയിം അഡ്ജസ്റ്റ് ചെയ്യുകയാണ്. നമ്മുടെ സ്ക്രീനിന് അനുസരിച്ചിട്ട് സ്ക്രീൻ റെക്കോർഡിൻ്റെ ഫ്രെയിം ഞാൻ അഡ്ജസ്റ്റ് ചെയ്തു. ഇനി ഞാനിതാ വെബ് ക്യാമറ കൂടി സെലക്ട് ചെയ്യുകയാണെങ്കിൽ, റെക്കോർഡ് ചെയ്യുന്നതിന് വെബ് ക്യാമറ സെലക്ട് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ടീച്ചർ മാത്രമാണ് കാണുക. പകരം ബോത്ത് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ സ്ക്രീനിൻ്റെ ഒരു മൂലയിൽ ടീച്ചറെ കൂടി കാണാൻ സാധിക്കും റെക്കോർഡ് ചെയ്യുമ്പോൾ. അപ്പോൾ തൽക്കാലം ഞാൻ ഇവിടെ ഇങ്ങനെ തുടങ്ങുകയാണ്. തുടക്കത്തിൽ ടീച്ചറെ കൂടി സ്ക്രീനിൽ വരുന്ന രീതിയിൽ ഞാനിവിടെ ബോത്താണ് ഇപ്പോൾ സെലക്ട് ചെയ്തിട്ടുള്ളത്. ഞാൻ റെക്കോർഡ് ചെയ്യുകയാണ്. ഗോ. സെമസ്റ്റർ 4 B.Ed C 403 Critical Creating an Inclusive Education. We are going to discuss the Unit 1 Education and Children with Special Needs. അപ്പോൾ നമുക്ക് ഒന്നാമത്തെ സ്ലൈഡ് കഴിഞ്ഞ് അതിലെ കാര്യങ്ങളൊക്കെ പറഞ്ഞ് രണ്ടാമത്തെ സ്ലൈഡിലേക്ക് പോകണമെങ്കിൽ നമുക്ക് രണ്ടാമത്തെ സ്ലൈഡ് ക്ലിക്ക് ചെയ്യാം. അപ്പോൾ ഇതിപ്പോൾ റെക്കോർഡ് ചെയ്തുകൊണ്ടേയിരിക്കുകയാണ്. അപ്പോൾ ഇങ്ങനെ റെക്കോർഡ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ബാക്ക്ഗ്രൗണ്ടിൽ നമുക്ക് ടീച്ചർ സംസാരിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ ടീച്ചറുടെ പൊസിഷൻ നമുക്ക് മാറ്റാം, ഇവിടെ വെക്കാവുന്നതാണ്. ഞാനിപ്പോൾ റെക്കോർഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എനിക്ക് ഇതുവരെ റെക്കോർഡ് ചെയ്തതിൻ്റെ പ്രിവ്യൂ ഒന്ന് കാണണം. അപ്പം ഞാൻ ഇതൊന്ന് പോസ് ചെയ്യുന്നു. അതിനുശേഷം നമുക്ക് ഇവിടെ പ്രിവ്യൂ കാണാനുള്ള ഒരു അവസരം കൂടിയുണ്ട്. അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കതിൻ്റെ ഇതുവരെ റെക്കോർഡ് ചെയ്തതിൻ്റെ പ്രിവ്യൂ കാണാം. സെമസ്റ്റർ 4 B.Ed C 403 Critical Creating an Inclusive Education. We are going to discuss the Unit 1 Education and Children with Special Needs. അപ്പോൾ നമുക്ക് ഒന്നാമത്തെ സ്ലൈഡ് കഴിഞ്ഞ് അതിലെ കാര്യങ്ങളൊക്കെ പറഞ്ഞ് രണ്ടാമത്തെ സ്ലൈഡിലേക്ക് പോകണമെങ്കിൽ നമുക്ക് രണ്ടാമത്തെ സ്ലൈഡ് ക്ലിക്ക് ചെയ്യാം. ഇതിപ്പോൾ റെക്കോർഡ് ചെയ്തുകൊണ്ടേയിരിക്കുകയാണ്. ഇതാണ് നമ്മൾ പ്രിവ്യൂ കണ്ടു കഴിഞ്ഞു. ഇനി നമുക്ക് ഇതുവരെ കണ്ടിട്ട് നമുക്ക് അത്ര നന്നായിട്ടില്ല എന്ന് തോന്നുന്നുണ്ടെങ്കിൽ ഇവിടെ നമുക്ക് ഡിലീറ്റ് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ ഉണ്ട്. അവിടെ ക്ലിക്ക് ചെയ്തിട്ട് യെസ് സ്റ്റാർട്ട് ഓവർ എന്നതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ റെക്കോർഡ് ചെയ്തത് ഡിലീറ്റ് ചെയ്തിട്ട് നമുക്ക് പുതുതായിട്ട് വീണ്ടും ഒന്നുകൂടി റെക്കോർഡ് ചെയ്യാവുന്നതാണ്. ഇനി അത് ഡിലീറ്റ് ചെയ്യേണ്ട, അതിന് കണ്ടിന്യൂസ് ആയിട്ട് പോയാൽ മതിയെങ്കിൽ നോ കൊടുത്തിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ഇത് മുഴുവനായിട്ടും. അപ്പോൾ നമ്മൾ ഇനിയിപ്പോൾ ഇവിടെ പകുതിക്ക് വെച്ചിട്ടാണ് ഇത് സ്റ്റോപ്പ് ചെയ്തിട്ടുള്ളത്. ഇനി റെക്കോർഡ് ചെയ്യുമ്പോൾ കണ്ടിന്യൂ റെക്കോർഡിംഗ് അറ്റ് സീക്ഡ് പൊസിഷൻ, നമ്മൾ എവിടെയാണോ നിർത്തിയിട്ടുള്ളത് ആ പൊസിഷനിൽ വെച്ചായിരിക്കും റെക്കോർഡ് ചെയ്യുക. ഇനി നമുക്കിത് പൂർണ്ണമായിട്ടും നമുക്കിത് മുഴുവനായിട്ട് വേണമെങ്കിൽ നമ്മളത് മുഴുവനായിട്ടും സെലക്ട് ചെയ്യുന്നു. അപ്പോൾ മുഴുവനായിട്ട് സെലക്ട് ചെയ്യുമ്പോൾ വീണ്ടും റെക്കോർഡ് എന്നുള്ളൊരു ഓപ്ഷൻ കാണാം. അപ്പോൾ ഇനി വീണ്ടും ഞാൻ റെക്കോർഡ് ചെയ്യുമ്പോൾ എനിക്ക് ബോത്ത് എന്നുള്ള എനിക്ക് ക്യാമറ മോഡ് സ്ക്രീൻ മാത്രം മതിയെങ്കിൽ ഞാൻ വീണ്ടും ആ മോഡിലേക്ക് പോവുകയാണ് ചെയ്യുക. ഇനി എനിക്ക് സ്ക്രീൻ മാത്രമായിട്ടാണ് റെക്കോർഡ് ചെയ്യേണ്ടത്. ഞാൻ സ്ക്രീൻ എന്നുള്ള ഓപ്ഷൻ സെലക്ട് ചെയ്തു. വീണ്ടും റെക്കോർഡ് എന്നുള്ളത് ക്ലിക്ക് ചെയ്യുകയാണ്. ഇൻക്ലൂസീവ് എഡ്യൂക്കേഷൻ. അപ്പോൾ ഞാൻ ഓരോ സ്ലൈഡായിട്ട് ബാക്ക്ഗ്രൗണ്ടിൽ അതിൻ്റെ ഡിസ്ക്രിപ്ഷൻ നടത്തിക്കൊണ്ട് ഓരോ സ്ലൈഡായിട്ട് ചേഞ്ച് ചെയ്യിക്കുകയാണ്. അപ്പോൾ ഈ ഓരോ സ്ലൈഡും റെക്കോർഡ് ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുന്നുണ്ടാകും. അപ്പോൾ ടീച്ചർക്ക്
ബാക്ക്ഗ്രൗണ്ടിൽ അതുമായി ബന്ധപ്പെട്ട നരേഷൻ നടത്താവുന്നതാണ്. ഇത്തരത്തിലാണ് സ്ക്രീൻ മാത്രമായിട്ട് നമ്മൾ റെക്കോർഡ് ചെയ്യുക. ഇവിടെ ഞാൻ സ്ക്രീൻ എന്നുള്ള ഓപ്ഷൻ മോഡ് മാത്രമാണ് സെലക്ട് ചെയ്തത്. ഇനി വെബ്കാം സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഈ സ്ക്രീൻ നമുക്ക് കാണാൻ പറ്റില്ല. പകരം സംസാരിക്കുന്ന ടീച്ചർ മാത്രമായിരിക്കും കാണാൻ പറ്റുക. ഇനി നമ്മൾ നേരത്തെ ചെയ്തതുപോലെ ബോത്ത് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ സ്ക്രീനും ഒരു കോർണറിൽ സംസാരിക്കുന്ന ടീച്ചറെയും നമുക്ക് ഒരേ സമയത്ത് കാണാൻ സാധിക്കും. ഈ രീതിയിൽ നമ്മൾ സ്ക്രീൻ റെക്കോർഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് റെക്കോർഡിംഗ് സ്റ്റോപ്പ് ചെയ്യാവുന്നതാണ്. സ്ക്രീൻ മാത്രം സെലക്ട് ചെയ്തുകൊണ്ട് റെക്കോർഡ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. അത് എങ്ങനെയാണെന്നൊന്ന് പരിശോധിക്കാം. ഇൻക്ലൂസീവ് എഡ്യൂക്കേഷൻ. ഇപ്പൊ ഞാൻ ഓരോ സ്ലൈഡായിട്ട് ബാക്ക്ഗ്രൗണ്ടിൽ അതിന്റെ ഡിസ്ക്രിപ്ഷൻ നടത്തിക്കൊണ്ട് ഓരോ സ്ലൈഡായിട്ട് ചേഞ്ച് ചെയ്യിക്കുകയാണ്. അപ്പോൾ ഈ ഓരോ സ്ലൈഡും റെക്കോർഡ് ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുന്നുണ്ടാവും. അപ്പോൾ ടീച്ചർക്ക് ബാക്ക്ഗ്രൗണ്ടിൽ അതുമായി ബന്ധപ്പെട്ട നരേഷൻ നടത്താവുന്നതാണ്. ഇത്തരത്തിലാണ് നമ്മൾ സ്ക്രീൻ റെക്കോർഡ് ചെയ്യുന്നത്. ഇനി റെക്കോർഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കതിൻ്റെ ഇവിടെ ക്ലിക്ക് ചെയ്തിട്ട് പ്രിവ്യൂ കാണാവുന്നതാണ്. ഇനി നമുക്കത് വേണ്ട എങ്കിൽ ഡിലീറ്റ് ചെയ്യാം. യെസ് സ്റ്റാർട്ട് ഓവർ എന്ന് കൊടുത്ത് ഡിലീറ്റ് ചെയ്യാവുന്നതാണ്, അല്ലെങ്കിൽ നോ എന്ന് കൊടുക്കാം. അതിനുശേഷം റെക്കോർഡിംഗ് കംപ്ലീറ്റ് ആയി കഴിഞ്ഞാൽ ഡണ്ണിൽ ക്ലിക്ക് ചെയ്യുക. ഡൺ ക്ലിക്ക് ചെയ്തിട്ട് സേവ് അപ്ലോഡ് എന്നുള്ളൊരു ഓപ്ഷൻ കാണാം, സേവ് അപ്ലോഡ്. അപ്പോൾ അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് സേവ് ചെയ്യാവുന്നതാണ്. അപ്പോൾ സേവ് ചെയ്യാമുണ്ട്. അപ്പോൾ നമ്മൾ സേവ് അപ്ലോഡ് എന്നുള്ള ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മളത് സേവ് ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ സേവ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് നമുക്ക് സ്ക്രീൻ കാസ്റ്റോമാറ്റിക്കിലേക്ക് അത് അപ്ലോഡ് ചെയ്യാം. സ്ക്രീൻ കാസ്റ്റോമാറ്റിക്കിൻ്റെ വെബ്സൈറ്റിൽ നമുക്ക് അപ്ലോഡ് ചെയ്യാം, അല്ലെങ്കിൽ യൂട്യൂബിലേക്ക് അപ്ലോഡ് ചെയ്യാം. അപ്പോൾ അതിന് കുറച്ച് സമയം എടുക്കുന്നതുകൊണ്ട് നമ്മൾ നേരെ വീഡിയോ ഫയലായിട്ട് നേരിട്ട് നമ്മുടെ സിസ്റ്റത്തിലേക്ക് അപ്ലോഡ് ചെയ്യാണ്. അപ്പോൾ അതിന് വീഡിയോ ഫയൽ എന്നുള്ളതിൽ ക്ലിക്ക് ചെയ്യുന്നു. അതിൽ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഏത് ഫോൾഡറിലാണ് അപ്ലോഡ് ചെയ്യേണ്ടത് അതിൻ്റെ ഡീറ്റെയിൽസ് ഇവിടെ കിട്ടും. ഫയൽ നെയിം റെക്കോർഡിംഗ് ഒരു ഡിഫോൾട്ടായിട്ടുള്ള ഒരു ഫയൽ നെയിം വരും. അപ്പോൾ നമ്മൾ തൽക്കാലം അവിടെ ക്ലിക്ക് ചെയ്തിട്ട് ഫയൽ നെയിം നമുക്ക് നമ്മുടെ സൗകര്യത്തിനനുസരിച്ച് മാറ്റാം. ഇൻക്ലൂസീവ് എഡ്യൂക്കേഷൻ ആണെങ്കിൽ ആ ഫയൽ നെയിം ഇൻക്ലൂസീവ് എഡ്യൂക്കേഷൻ എന്ന് കൊടുക്കുന്നു, ഇൻക്ലൂസീവ് വീഡിയോ ഫയൽ എന്ന് കൊടുക്കുന്നു, വീഡിയോ. എന്നിട്ട് നമുക്ക് എന്ത് ചെയ്യാം, അത് പബ്ലിഷ് കൊടുത്തു കഴിഞ്ഞാൽ അത് നമ്മുടെ സിസ്റ്റത്തിൽ നമ്മൾ സെലക്ട് ചെയ്തിട്ടുള്ള ആ ഫോൾഡറിനകത്ത് സേവ് ചെയ്യപ്പെടും. ഈ രീതിയിലാണ് സ്ക്രീൻ കാസ്റ്റോമാറ്റിക് ഉപയോഗിച്ചിട്ട് വീഡിയോ റെക്കോർഡ് ചെയ്യുകയും ആ റെക്കോർഡ് ചെയ്ത വീഡിയോയെ നമ്മൾ സേവ് ചെയ്യുകയും ചെയ്യുന്നത്.